വെൽക്കം ടു മൈ ചാനൽ ലക്ഷ്മീസ് പ്രേയേഴ്സ്. പറയിപെറ്റ പന്തരുകുലത്തിലെ ഒരു മഹാനാണ് അഗൗർ ചാത്തൻ. അഗൗർ ചാത്തൻ്റെ ബാല്യകാലത്തെക്കുറിച്ചൊന്നും അധികമൊന്നും അറിയില്ല. ചാത്തൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. കൗമാരത്തിൻ്റെ അവസാനം മുതൽ അദ്ദേഹം അഗൗർ മനയിലെ നമ്പൂതിരിയുടെ ദാസനായി കഴിഞ്ഞു വന്നു. തൻ്റെ യജമാനൻ പോകുന്ന സ്ഥലത്തെല്ലാം ചാത്തനും പോകുമായിരുന്നു. യജമാനനും ചാത്തനോട് വലിയ സ്നേഹമായിരുന്നു. ഒരിക്കൽ നമ്പൂതിരിക്ക് പരസ്ത്രീ ബന്ധത്താൽ കൊടിയ പാപം വന്നു ചേരുന്നു. തനിക്കുണ്ടായ ദോഷം അകറ്റാനായി നമ്പൂതിരി പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു. ചാത്തനും നമ്പൂതിരിയോടൊപ്പം പോയി. പുണ്യനദികളിൽ സ്നാനം ചെയ്യുമ്പോൾ തൻ്റെ പാപം കുറയുമെന്ന് നമ്പൂതിരി വിശ്വസിച്ചിരുന്നു. പുറപ്പെടുമ്പോൾ ചാത്തൻ കയ്യിലൊരു ചുരക്കയും എടുത്തിരുന്നു. നമ്പൂതിരി സ്നാനം ചെയ്യുന്ന പുണ്യനദികളിലെല്ലാം തന്നെ ചാത്തൻ ഈ ചുരക്കയും മുക്കി. തീർത്ഥാടനം ചെയ്ത് തിരിച്ച് ഇല്ലത്തെത്തിയ നമ്പൂതിരിക്ക് ചാത്തൻ ആ ചുരക്ക വെട്ടി നുറുക്കി ഭക്ഷണം പാചകം ചെയ്ത് നൽകി. അന്നത്തെ ഊണ് കൈപ്പേറിയതിനാൽ വലിയ നമ്പൂതിരിക്ക് സുഖകരമായി തോന്നിയതേയില്ല. ചാത്തനെ വിളിച്ച് കാര്യം അന്വേഷിച്ചു. ഗംഗയിൽ മുക്കിയ ചുരക്കയുടെ കയ്പ് പോയിട്ടില്ലെങ്കിൽ തിരുമേനിയുടെ പാപവും പോയിട്ടില്ല എന്നായിരുന്നു ചാത്തൻ്റെ മറുപടി. ഇത് കേട്ട നമ്പൂതിരി ലജ്ജിച്ചു. തുടർന്ന് പാപമോചനത്തിനായി നമ്പൂതിരി ഇരുമ്പ് കൊണ്ട് ഒരു സ്ത്രീരൂപമുണ്ടാക്കി പഴുപ്പിച്ച് നാട്ടി അത് ജനമധ്യത്തിൽ വെച്ച് ആലിംഗനം ചെയ്യാൻ മുതിരുകയും ചെയ്തു. മതി മതി, ഇത്രയും കൊണ്ട് അങ്ങയുടെ പാപം പോയിരിക്കുന്നു എന്ന് ചാത്തൻ മറുപടി പറയുകയും നമ്പൂതിരിയെ രക്ഷിക്കുകയും ചെയ്തു. ഒരിക്കൽ നമ്പൂതിരി 7:30 വെളുപ്പിന് കുളിയും ജപവും ഹോമവുമായി കഴിയുന്നത് കണ്ട ചാത്തൻ, തിരുമേനി അങ്ങ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പരബ്രഹ്മത്തെ സേവിക്കുകയാണെന്ന് നമ്പൂതിരി മറുപടി പറഞ്ഞു. പരബ്രഹ്മം എങ്ങനെ ഇരിക്കുമെന്ന് ചാത്തൻ ചോദിച്ചു. മാടമ്പോത്തിനെ പോലെ ഇരിക്കുമെന്ന് നമ്പൂതിരി മറുപടി പറഞ്ഞു. അധികം താമസിയാതെ ചാത്തൻ മാടമ്പോത്തിനെ ധ്യാനിച്ച് ആരാധിച്ച് അതിനെ പ്രത്യക്ഷപ്പെടുത്തി. ഇതൊന്നും നമ്പൂതിരി അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ നമ്പൂതിരി തെക്കൻ ദിക്കിലേക്ക് പോകും വഴി ഭാണ്ഡമെടുക്കാനായി ഒപ്പം ചാത്തനെയും കൂട്ടി. ഈ ഭാണ്ഡം പേറാൻ ചാത്തന് വിധേയനായ മാടമ്പോത്തിനെയും ചാത്തൻ കൂടെ കൂട്ടി. അങ്ങനെ അവർ യാത്രക്കിടയിൽ ഓച്ചിറ എന്ന സ്ഥലത്തെത്തി. ഒരിടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു അവർക്ക്. ചാത്തനും നമ്പൂതിരിയും നിഷ്പ്രയാസം ആ വഴിയിലൂടെ കടക്കാൻ പറ്റി. മാടമ്പോത്തിന് കൊമ്പുള്ളതിനാൽ അതിന് കടക്കാനായില്ല. അപ്പോൾ ചാത്തൻ പുറകോട്ട് തിരിഞ്ഞു കടക്കൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട നമ്പൂതിരി, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചാത്തനോട് ചോദിച്ചു. മാടമ്പോത്തിനോടാണെന്ന് ചാത്തൻ മറുപടി പറഞ്ഞു. ഏത് മാടമ്പോത്ത്? എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ, തിരുമേനി പറയുകയാണ്. പരബ്രഹ്മം മാടമ്പോത്തിനെ പോലെ ഇരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞതല്ലേ എന്ന് ചാത്തൻ ചോദിച്ചു. അതിനെ കാണാൻ എന്നെ തൊട്ടുകൊണ്ട് നോക്കിയാൽ സാധിക്കുമെന്നും ചാത്തൻ പറയുകയാൽ നമ്പൂതിരി അങ്ങനെ ചെയ്യുകയും മാടമ്പോത്തിനെ കാണുകയും ഉണ്ടായി. ചാത്തനോളം ഭക്തി തനിക്കില്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞ നമ്പൂതിരി ചാത്തനെ നമസ്കരിച്ചു. തുടർന്ന് മാടമ്പോത്ത് മറഞ്ഞു പോവുകയും ചെയ്തു. ഈ മാടമ്പോത്താണ് ഓച്ചിറ ക്ഷേത്രത്തിലെ പരബ്രഹ്മം എന്നാണ് വിശ്വാസം. മാടമ്പോത്ത് അപ്രത്യക്ഷമായതോടെ പോത്തില്ലാതെ ചാത്തൻ നമ്പൂതിരിയോടൊപ്പം പോകാൻ വിസമ്മതനായി. അങ്ങനെ നമ്പൂതിരി മനയിലേക്ക് യാത്രയാവുകയും ചാത്തൻ അവിടെ തന്നെ ഇരിപ്പുമായി. ചാത്തൻ കുറേ കാലം അവിടെ ഇരുന്ന് തപസ് ചെയ്തു എന്നും ഒടുവിൽ പടക്കളത്തിൽ നടന്ന ഒരു യുദ്ധത്തിൽ പങ്കുചേരുമ്പോൾ മരണം വരിച്ചു എന്നുമാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഓച്ചിറ അമ്പലത്തിൽ ഭഗവാൻ പരബ്രഹ്മം എന്ന സങ്കല്പത്തിലായത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.